ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇറ്റ് സീംസ് ദാറ്റ്. ഇറ്റ് സീംസ് ദാറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? സാധാരണ നമ്മൾ ചില ആളുകളെയൊക്കെ കാണുമ്പോൾ, അവൾ ഒരു ടീച്ചറാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഒരു ഡോക്ടറാണെന്ന് തോന്നുന്നു, ഇങ്ങനെയൊക്കെ പറയില്ലേ? അതുപോലെ തന്നെ അവൻ ഓഫീസിലാണെന്ന് തോന്നുന്നു, അവൾ രാവിലെ മുതൽ കിച്ചണിലാണെന്ന് തോന്നുന്നു, അവൻ വളരെ എക്സൈറ്റഡ് ആണെന്ന് തോന്നുന്നു, അവർ വളരെ ഹാപ്പിയാണെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ നമ്മുടെ തോന്നലുകൾ ഇത് പറയുന്നതിന് ഉപയോഗിക്കാവുന്നതാണ് ഇറ്റ് സീംസ് ദാറ്റ്. അപ്പോൾ ഇറ്റ് സീംസ് ദാറ്റ് എങ്ങനെയാണ് സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. അവൾ ഒരു ടീച്ചർ ആണെന്ന് തോന്നുന്നു. ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഈസ് എ ടീച്ചർ. അവൾ ഒരു ടീച്ചർ ആണെന്ന് തോന്നുന്നു. നോക്കൂ, ഇറ്റ് സീംസ് ദാറ്റ് എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞ് ഷീ ഈസ് എ ടീച്ചർ. ആ സെൻറ്റൻസ് അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ചു. ആദ്യം ഇറ്റ് സീംസ് ദാറ്റ് കഴിഞ്ഞ് സബ്ജക്റ്റ് ഉപയോഗിച്ചു ഷീ, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റിനനുസരിച്ച് ഈസ് ഉപയോഗിച്ചു, പിന്നെ എ ടീച്ചർ, അതൊരു നൗൺ ഫ്രേസാണ്. അപ്പോൾ സബ്ജക്റ്റ് അനുസരിച്ച് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ ഉപയോഗിക്കാം. ഇറ്റ് സീംസ് ദാറ്റ് ഹീ ഈസ് എ ഡോക്ടർ. ഹീ ഈസ്, അദ്ദേഹം ഒരു ഡോക്ടർ ആണെന്ന് തോന്നുന്നു. ഇറ്റ് സീംസ് ദാറ്റ് ദേ ആർ നേഴ്സസ്. അവർ നേഴ്സസ് ആണെന്ന് തോന്നുന്നു. ദേ ആർ നേഴ്സസ്. ദേ ആയതുകൊണ്ട് ആർ എന്ന് ഉപയോഗിച്ചു. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഈസ്, ആർ അല്ലെങ്കിൽ ആം ഉപയോഗിക്കാം. അവർ വളരെ ഹാപ്പിയാണെന്ന് തോന്നുന്നു. ഹാപ്പിയാണെന്ന് തോന്നുന്നു. ഇറ്റ് സീംസ് ദാറ്റ് ദേ ആർ ഹാപ്പി. അവർ ഹാപ്പിയാണെന്ന് തോന്നുന്നു. ഇവിടെ ഇറ്റ് സീംസ് ദാറ്റ് കഴിഞ്ഞിട്ട് ദേ ആർ ഹാപ്പി, ഒരു അഡ്ജക്റ്റീവാണ് ഹാപ്പി എന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ഇറ്റ് സീംസ് ദാറ്റ് റാണി ഈസ് അപ്സെറ്റ്. റാണി അപ്സെറ്റ് ആണെന്ന് തോന്നുന്നു. അപ്സെറ്റ് അതൊരു അഡ്ജക്റ്റീവാണ്. ഇറ്റ് സീംസ് ദാറ്റ് ഹി ഈസ് വറീഡ്. അവൻ വറീഡ് ആണെന്ന് തോന്നുന്നു. വളരെ വറി ചെയ്ത് ഇരിക്കുകയാണ് എന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഇറ്റ് സീംസ് ദാറ്റ് കഴിഞ്ഞ് നമ്മൾ ആ സെൻറ്റൻസാണ് ഉപയോഗിച്ചത്. വളരെ ഈസി ആയിട്ട് അപ്പോൾ ഉപയോഗിക്കാം. ഇറ്റ് സീംസ് ദാറ്റ് ഹി ഈസ് ഹാപ്പി. ഇറ്റ് സീംസ് ദാറ്റ് ഹി ഈസ് സാഡ്. ഇറ്റ് സീംസ് ദാറ്റ് ദേ ആർ അപ്സെറ്റ്. ഇറ്റ് സീംസ് ദാറ്റ് ദേ ആർ എക്സൈറ്റഡ്. ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഇറ്റ് സീംസ് ദാറ്റ് എന്ന് പറയുന്നത് അങ്ങനെ തോന്നുന്നു. അതൊരു റിയാലിറ്റി ആകണം എന്നില്ല, നമുക്ക് തോന്നുന്നതാണ്. പിന്നെ ഇറ്റ് കഴിഞ്ഞ് സീംസ് എന്നാണ് ഉപയോഗിക്കുന്നത്. കാരണം അത് ഒരു സിംഗുലർ ആയിട്ടുള്ള വേർഡാണ് ഇറ്റ് എന്നത്. അതുകൊണ്ടാണ് സീംസ് എന്ന് ഉപയോഗിക്കുന്നത്. ഇറ്റ് സീം എന്ന് ഉപയോഗിക്കാൻ പാടില്ല. എൻ്റെ ഫ്രണ്ട് ഹോസ്പിറ്റലിലാണെന്ന് തോന്നുന്നു. ഇറ്റ് സീംസ് ദാറ്റ് മൈ ഫ്രണ്ട് ഈസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഇറ്റ് സീംസ് ദാറ്റ് മൈ ഫ്രണ്ട് ഈസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഇൻ ദ ഹോസ്പിറ്റൽ, അവിടെ നമ്മളൊരു പ്രപ്പോസിഷണൽ ഫ്രേസ് ആണ് ഉപയോഗിച്ചത്. ഇറ്റ് സീംസ് ദാറ്റ് കഴിഞ്ഞ് മൈ ഫ്രണ്ട് ഈസ്. മൈ ഫ്രണ്ട് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്, അതുകൊണ്ടാണ് ഈസ് ഉപയോഗിച്ചത്. ഇറ്റ് സീംസ് ദാറ്റ് മൈ ഫ്രണ്ട് ഈസ് ഇൻ ദ ഹോസ്പിറ്റൽ. എൻ്റെ ഫ്രണ്ട് ഹോസ്പിറ്റലിൽ ആണെന്ന് തോന്നുന്നു. ഇറ്റ് സീംസ് ദാറ്റ് ദേ ആർ ഇൻ ദ ഓഫീസ്. അവർ ഓഫീസിലാണെന്ന് തോന്നുന്നു. ദേ ആർ ഇൻ ദ ഓഫീസ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഇറ്റ് സീംസ് ദാറ്റ് എന്ന ഒരു പ്രയോഗം നമുക്ക് നമ്മുടെ സെൻറ്റൻസിലൊക്കെ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഈസ് ഇൻ ദ കിച്ചൺ എന്ന് പറഞ്ഞാൽ അവൾ കിച്ചണിലാണെന്ന് തോന്നുന്നു. അങ്ങനെയല്ലേ? ഇനി ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഹാസ് ബീൻ ഇൻ ദ കിച്ചൺ സിൻസ് മോർണിംഗ് എന്ന് പറഞ്ഞാലോ? അവൾ മോർണിംഗ് മുതൽ കിച്ചണിലാണെന്ന് തോന്നുന്നു. ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഹാസ് ബീൻ ഇൻ ദ കിച്ചൺ സിൻസ് മോർണിംഗ്. മോർണിംഗ് മുതൽ അവൾ കിച്ചണിലാണെന്ന് തോന്നുന്നു എന്നായി. കാരണം നമ്മൾ ഹാസ് ബീൻ എന്നാണ് ഉപയോഗിച്ചത്. അവിടെ ടെൻസ് മാറി, അതൊരു പീരീഡ് ഓഫ് ടൈം കാണിക്കുന്നതിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഹാസ് ബീൻ ഇൻ ദ കിച്ചൺ. ഇറ്റ് സീംസ് ദാറ്റ് ദേ ഹാവ് ബീൻ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ 1 hour. 1 മണിക്കൂറായിട്ട് അവർ ഹോസ്പിറ്റലിൽ ആണെന്ന് തോന്നുന്നു. അവിടെയും നമ്മൾ ആ ഒരു ടെൻസ് മാറി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ് അവിടെ ഉപയോഗിക്കുന്നത്. ദേ ഹാവ് ബീൻ ഇൻ ദ ഹോസ്പിറ്റൽ ഫോർ 1 hour. 1 hour, 1 മണിക്കൂറായിട്ട് അവർ ഹോസ്പിറ്റലിൽ ആണെന്ന് തോന്നുന്നു. ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്. ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഈസ് ഇൻ ദ കിച്ചൺ എന്ന് പറയുമ്പോൾ അവൾ കിച്ചണിലാണെന്ന് തോന്നുന്നു. ഇനി ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഹാസ് ബീൻ ഇൻ ദ കിച്ചൺ ഫോർ 1 hour എന്ന് പറഞ്ഞാൽ അവൾ 1 മണിക്കൂറായി കിച്ചണിൽ ആണെന്ന് തോന്നുന്നു. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ കിച്ചൺ സിൻസ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ അവൾ രാവിലെ മുതൽ
കിച്ചണിൽ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുന്നു എന്നായി. ഷീ ഹാസ് ബീൻ വർക്കിംഗ് എന്നാക്കി. ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ കിച്ചൺ. അപ്പോൾ അവിടെയും നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ ഏത് സെൻറ്റൻസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇറ്റ് സീംസ് ദാറ്റ് എന്ന് കഴിഞ്ഞ് നമുക്ക് ആ സെൻറ്റൻസ് ഉപയോഗിക്കാം. ഇറ്റ് സീംസ് ദാറ്റ് ഹീ ഈസ് ഇൻ ദ ഓഫീസ്. അവൻ ഓഫീസിലാണെന്ന് തോന്നുന്നു. ഇറ്റ് സീംസ് ദാറ്റ് ഹീ ഹാസ് ബീൻ ഇൻ ദ ഓഫീസ് ഫോർ 2 hours. 2 മണിക്കൂറായിട്ട് അവൻ ഓഫീസിലാണെന്ന് തോന്നുന്നു. ഹീ ഹാസ് ബീൻ ഇൻ ദ ഓഫീസ്. അവിടെ ഹീ ഹാസ് ബീൻ ഇൻ ദ ഓഫീസ് അവിടെയാണെന്ന് തോന്നുന്നു. ഇനി ഇറ്റ് സീംസ് ദാറ്റ് ഹീ ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ ഓഫീസ് ഫോർ 1 hour. 1 മണിക്കൂറായി അവൻ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു എന്നായി. അപ്പോൾ ഇറ്റ് സീംസ് ദാറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇറ്റ് സീംസ് ദാറ്റ് എന്നതിന് പകരം നമുക്ക് ഒരു നെഗറ്റീവ്, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന രീതിയിലും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇറ്റ് ഡസൻറ്റ് സീം ദാറ്റ് എന്ന് ഉപയോഗിക്കണം. സീംസ് എന്നല്ല, ഡസൻറ്റ് സീം, ഡസ് നോട്ട് സീം എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ് ഡസൻറ്റ് സീം. ഇറ്റ് ഡസൻറ്റ് സീം ദാറ്റ് ഹീ ഈസ് ഇൻ ദ ഓഫീസ്. അവൻ ഓഫീസിലാണ് എന്ന് തോന്നുന്നില്ല. ഇറ്റ് ഡസൻറ്റ് സീം ദാറ്റ്. അപ്പോൾ നെഗറ്റീവ് ഫോമായിട്ട് കിട്ടി. ഇറ്റ് ഡസൻറ്റ് സീം ദാറ്റ് ഷീ ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ കിച്ചൺ സിൻസ് മോർണിംഗ്. അവൾ മോർണിംഗ് മുതൽ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നുന്നില്ല. ഇറ്റ് ഡസൻറ്റ് സീം ദാറ്റ് ഷീ ഈസ് അപ്സെറ്റ്. അവൾ അപ്സെറ്റാണ് എന്ന് തോന്നുന്നില്ല. ഇറ്റ് ഡസൻറ്റ് സീം ദാറ്റ് ഷീ ഹാസ് ബീൻ അപ്സെറ്റ് സിൻസ് മോർണിംഗ്. അവൾ മോർണിംഗ് മുതൽ അപ്സെറ്റാണ് എന്ന് തോന്നുന്നില്ല. ഇറ്റ് ഡസൻറ്റ് സീം ദാറ്റ് ദ ചൈൽഡ് ഹാസ് ബീൻ ഇൻ ദ ബാത്റൂം ഫോർ ഹാഫ് ആൻ അവർ. അരമണിക്കൂറായി ആ കുട്ടി ബാത്റൂമിൽ ആണ് എന്ന് തോന്നുന്നില്ല. ഇറ്റ് ഡസൻറ്റ് സീം ദാറ്റ് എന്ന് പറഞ്ഞാൽ തോന്നുന്നില്ല എന്നായി. അതേസമയം ഇറ്റ് സീംസ് ദാറ്റ് എന്നായാൽ തോന്നുന്നു എന്ന മീനിങ് കിട്ടി. അപ്പോൾ ഇറ്റ് സീംസ് ദാറ്റ് എന്ന പ്രയോഗം വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം അല്ലേ?